ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചെളി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, വെള്ളം കെട്ടിക്കെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ പകർച്ചവ്യാധികൾ, കൊതു കാര്യങ്ങളൊക്കെ വളരെയധികം ഒരു നഗരത്തിലേക്ക് വേണ്ട മുഴുവൻ കൊതുവിനെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള കെട്ടിക്കെടുക്കുന്ന വെള്ളം. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ലാത്ത ബസ്. ഓക്കെ, ആ ഭാഗം മാത്രമല്ല, ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒന്നും വ്യക്തമല്ല. അതേപോലെ തന്നെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന സ്റ്റാൻഡ്, ആ ഭാഗത്തൊക്കെ ചെളി കാണാം. ഓക്കെ, ഇതൊക്കെയാണ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. പിന്നെ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം തന്നതിൻ്റെ ഭാഗമായിട്ട് തലയിൽ കയറരുതെന്ന്. സ്വാതന്ത്ര്യം തന്നതിൻ്റെ ഭാഗമായിട്ട് തലയിൽ കയറരുതെന്ന് ആരോട് പറയുന്നത്? വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനത്തിനോടാണ് പറയുന്നത്. ആരാണ് സ്വാതന്ത്ര്യം തരുന്നത്? ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൽ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ഗണേഷ് കുമാർ ആണ് സ്വാതന്ത്ര്യം തരുന്നത്. ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടുള്ള ആൾ. ഓക്കെ, ഇതൊക്കെ കണ്ടോ? ഒരു നഗരത്തിലേക്ക് മുഴുവനുള്ള കൊതുവിനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത സ്റ്റേറ്റ്